തിരുവനന്തപുരം പാറശാലയിൽ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പാറശാല പരശുവയ്ക്കൽ ഇടനാട്ടുകോണം ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രമതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് കാണിക്കുകയും വിളക്കുകളും ഉൾപ്പെടെ കവർന്ന് കടക്കാൻ ശ്രമിക്കുന്നതിടെയാണ് പിടിയിലായത്. ജീവനക്കാർ നാട്ടുകാരുടെ സഹായത്തോടെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് കോട്ടക്കോണം മഹാദേവ ക്ഷേത്രത്തിലും മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, തുടർച്ചയായി ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര നടക്കുന്നു. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസിൽ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പിടികൂടാൻ കഴിഞ്ഞത്. പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാളൊരു സ്ഥിരം മോഷ്ടാവാണോ? ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്ന വ്യക്തിയാണോ? മറ്റ് രണ്ട് ക്ഷേത്രങ്ങളുടെ മോഷണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കണോ? ഇന്ന് പുലർച്ചെയാണ് ഈ പറയുന്ന പാറശാല പരശുവയ്ക്കൽ മേലേക്കോണം ഇടനാട്ടുകോണം ക്ഷേത്രത്തിലെ ഒരു മോഷ്ടാവിനെ കണ്ടെത്തുന്നത്. ഇന്ന് നിറപുത്തിരി ദിനമായിരുന്നു. രാവിലെ എത്തിയ ജീവനക്കാരായിരുന്നു ഈ പറയുന്ന ക്ഷേത്രത്തിനുള്ളിൽ ഇയാളെ കാണുന്നത്. ജീവനക്കാർ കാണുന്ന സമയത്ത് അവിടെയുള്ള വിളക്കുകൾ സ്ഥാപിച്ചിരുന്ന, അതായത് നിലത്തുറപ്പിച്ചിരുന്ന വിളക്കുകളെ അറുത്ത് മാറ്റി കൈവശപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഇയാളെന്നാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് സമീപവാസികളെയും ഒപ്പം മറ്റ് ക്ഷേത്രവിശ്വാസികളെയൊക്കെ അറിയിക്കുകയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രായമുള്ള മനുഷ്യനാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇയാൾ വളരെ പിടികൂടാൻ ശ്രമിച്ചു വരുന്നെങ്കിൽ ഇവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വളരെ ശ്രമകരമായി തന്നെ ഇവരെ പിടികൂടുകയും തുടർന്ന് പാറശാല പോലീസിന് കൈമാറി. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പോലീസിന് നേരെയും ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാൾ പാറശാല സ്റ്റേഷനിലാണുള്ളത്. ഇയാളെ കുറിച്ച് വ്യക്തമായൊരു വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഇയാൾ പരസ്പര വിരുദ്ധമായ പേരുകളും മൊഴികളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. കാരണം അത് പോലീസിനെ കൂടുതൽ ജോലി ശ്രമകരമാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇയാൾ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പറയുന്ന പാറശാലയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു. അവിടുത്തെ സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിസരത്തെ ചില വീടുകളിലും. ഈ പ്രതിക്ക് ഇതിനു മുൻപ് ഏതെങ്കിലും മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ ഈ പിടിയിലായത്? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ എത്തിയത്? മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ? ഇയാൾ മുൻപും മോഷണ കേസിലെ പ്രതിയാണോ എന്നുള്ള കാര്യമൊക്കെ ഉൾപ്പെടെ പോലീസ് വളരെ വിശദമായി തന്നെ ചോദിക്കും. കാരണം ഇയാൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ഇയാൾ സഹകരിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ പറയുന്ന മറ്റു സ്റ്റേഷനിലൊക്കെ നൽകിക്കൊണ്ട് ഇയാളെ തിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിർത്തി ഇടയ്ക്ക് തമിഴ് ഉൾപ്പെടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അതിർത്തിയിൽ നിന്ന് വന്നതാണോ എന്നൊക്കെയും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞത് ഈ മോഷണം നടക്കുന്നത് വളരെ അല്പം ഉള്ളിൽ ഉള്ളൊരു സ്ഥലമാണ്, ക്ഷേത്രമാണ്, റോഡ് വക്കിലുള്ള ക്ഷേത്രമല്ല. അപ്പോൾ ഒരു മോഷണത്തിന് വേണ്ടി തന്നെ എത്തിയത് തന്നെ എന്നാണ് ഇവിടെയുള്ള ഈ പറയുന്ന ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നതും ഒപ്പം അവർ പരാതി നൽകിയതും മൊഴി നൽകിയതും. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇത് ആരാണ് എന്താണെന്നുള്ളതിന്റെ അതിലേക്ക് എത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു സ്ഥിരം പ്രതിയാണോ ഇയാളെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദിച്ചറിയുകയാണ്. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.